ഓക്കെ, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ് അല്ലേ. അതിലൊരു തേർഡ് മെത്തേഡ് പറയാനുണ്ട്. തേർഡ് വൺ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. നമ്മൾ അഗെയിൻ നമ്മളൊരു കണ്ടക്റ്റിംഗ് സ്ഫിയർ വിചാരിക്കുക. കണ്ടക്റ്റിംഗ് സ്ഫിയർ, ഒരു മെറ്റാലിക് സ്ഫിയർ വിചാരിക്കും. മെറ്റാലിക് സ്ഫിയർ വിചാരിക്കൂ. ഇറ്റ് ഈസ് കെപ്റ്റ് ഓൺ ആൻ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഈ മെത്തേഡ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയർ. ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇറ്റ് ഈസ് കെപ്റ്റ് ഓൺ ആൻ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇതൊരു കണ്ടക്റ്റിംഗ് സ്ഫിയറാണ്, മെറ്റൽ അല്ലേ. മെറ്റലാകുമ്പോൾ ഇതിൽ ധാരാളം, ഇതിൻ്റെ സർഫസിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പം ദേ ആർ ഫ്രീ ടു മൂവ്. ഓക്കെ, അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്റ്റിംഗ് സ്ഫിയർ മെറ്റലാകുമ്പം അതിൽ ഇങ്ങനെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും അതിൻ്റെ സർഫസിൽ. ദേ ആർ ഫ്രീ ടു മൂവ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ചാർജുള്ള റോഡോ നെഗറ്റീവോ പോസിറ്റീവോ ചാർജുള്ള റോഡ് വിചാരിക്കും. റോഡ്. ഓക്കെ, ഇതിന് ഇപ്പോൾ നെഗറ്റീവ് ചാർജാണെന്ന് വിചാരിക്കൂ. ഈ റോഡിനെ നമ്മൾ ഇറ്റ് ഈസ് കെപ്റ്റ് നിയർ ദ കണ്ടക്റ്റിംഗ് സ്ഫിയർ. ഇതിൻ്റെ അടുത്ത് വെക്കുക, അടുത്തായിട്ട് വെക്കുക, കോണ്ടാക്റ്റിലല്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് കെപ്റ്റ് നിയർ ദ കണ്ടക്റ്റിംഗ് സ്ഫിയർ. അപ്പോൾ ഇതിലിപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ്, ഇത് കണ്ടക്റ്റിംഗ് അല്ലേ, കണ്ടക്ടർ അല്ലേ. അപ്പോൾ ഇതിൽ നെഗറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിൽ ഇത് ഫ്രീ ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യും അല്ലേ. നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് റിപ്പൽ ചെയ്തു. അപ്പോൾ ഇത് കണ്ടക്റ്റിംഗ് ആയതുകൊണ്ട് ഇതിലൂടെ ഇലക്ട്രോണിനെ മൂവ് ചെയ്യുക, കണ്ടക്ട് ചെയ്യാലോ. അപ്പോൾ ഈ നെഗറ്റീവിൻ്റെ റിപ്പൽഷൻ കാരണം, ഇതിൻ്റെ റിപ്പൽഷൻ കാരണം ഫ്രീ ഇലക്ട്രോൺ ഈ സൈഡിൽ നിന്ന് നിയർ സൈഡ്, ഇതിൻ്റെ നിയർ സൈഡിൽ നിന്ന് ഫാർദർ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ഫ്രം നിയർ സൈഡ് ടു ഫാർദർ സൈഡ്, ഇവിടുന്ന് അവിടത്തേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് പോയി. അപ്പോൾ നമുക്കിങ്ങനെ ചിന്തിച്ചൂടെ, ഇവിടെയുള്ള ഇലക്ട്രോൺ ഇവിടത്തേക്ക് പോയി, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ നഷ്ടമായി. ഓക്കെ, ഇവിടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സ്ഥലത്ത്, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സ്ഥലത്ത് പോസിറ്റീവ് ചാർജ് ഇവിടെ ഇലക്ട്രോൺ വന്ന് നിന്ന് ഈ സൈഡ് ഫാർദർ സൈഡിലാണ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ്. ഓക്കെ, അങ്ങനെ കുറേ ഇലക്ട്രോണ് ഇതിലൂടെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടാലോ, അപ്പോൾ ഇവിടെ കുറേ പോസിറ്റീവ് ചാർജ്. അപ്പോൾ നിയർ സൈഡ് ഫുള്ള് പോസിറ്റീവ് ആവും, ഫാർദർ സൈഡ് നെഗറ്റീവ് ആവും. ഓക്കെ, ഇങ്ങനെയുള്ള ഇങ്ങനെ ഉണ്ടാകുന്ന ചാർജിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് ചാർജസ്. ഇപ്പോൾ എന്താ ചെയ്ത്, ഒരു നെഗറ്റീവ് ചാർജ് റോഡ് എടുത്തിട്ട് ഇറ്റ് ഈസ് കെപ്റ്റ് നിയർ ദ കണ്ടക്റ്റിംഗ് സ്ഫിയർ. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ റിപ്പൽഷൻ കാരണം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നിയർ സൈഡ് പോസിറ്റീവായി. പോസിറ്റീവ് ചാർജസ് ആർ ഇൻഡ്യൂസ്ഡ്. പോസിറ്റീവ് ചാർജസ് ആർ ഇൻഡ്യൂസ്ഡ് അറ്റ് നിയർ സൈഡ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ ഇൻഡ്യൂസ്ഡ് അറ്റ് ഫാർദർ സൈഡ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് അപ്പോൾ ഇവിടെ എത്ര പോസിറ്റീവാണോ ഉള്ളത്, പോസിറ്റീവ് ചാർജാണോ, അതിന് തുല്യമായ നെഗറ്റീവ് ചാർജ് ഫാർദർ സൈഡിൽ ഡെവലപ്പ് ചെയ്തു. പിന്നെ നമ്മൾ നെഗറ്റീവ് ചാർജുള്ള റോഡ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതിൽ ഈ നെഗറ്റീവ് ചാർജിനെ, ഇവിടെയുള്ള ഫാർദർ സൈഡിലുള്ള ഈ നെഗറ്റീവ് ചാർജിനെ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സൈഡ് അങ്ങ് എർത്ത് ചെയ്യുന്നു. ഈ സൈഡ് എർത്ത് ചെയ്തു. എർത്ത് ചെയ്താൽ എന്താവും? നമ്മൾ എർത്തിങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലുള്ള നെഗറ്റീവ് ചാർജ് അല്ലേ ഉള്ളത്. അപ്പോൾ എർത്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊരു കണ്ടക്റ്റിംഗ് വയറാണ് അല്ലേ. കണ്ടക്റ്റിംഗ് വയർ വഴി എന്താണ് പറഞ്ഞത്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ചാർജ് കണ്ടക്റ്റിംഗ് വയർ വഴി എർത്തിലേക്ക് ഫ്ലോ ചെയ്യും അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജൊക്കെ എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ ഫാർദർ സൈഡിലുണ്ടായിരുന്ന
അവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ചാർജൊക്കെ കണ്ടക്റ്റിംഗ് വയർ വഴി എർത്തിലേക്ക് ഫ്ലോ ചെയ്തു. അപ്പോൾ നെഗറ്റീവ് ചാർജസ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ ദ മെത്തേഡ് ഓഫ് എർത്തിങ്. ഓക്കെ, ഇനി ഇതിലുള്ളത് പോസിറ്റീവ് ചാർജ് അല്ലേ? എർത്ത് ചെയ്താൽ ഇതിൽ പോസിറ്റീവ് ചാർജ് ഉള്ളെങ്കിൽ എന്താണ് പറഞ്ഞത്? പോസിറ്റീവ് ചാർജ് ഉള്ളെങ്കിൽ അതിന് തുല്യമായ നെഗറ്റീവ് ചാർജ് എർത്തിൽ നിന്ന് ഫ്ലോ ചെയ്ത് വന്നിട്ട് ഇതിനെ ന്യൂട്രലാക്കും എന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് റോഡില്ലേ? റോഡ് ഉണ്ടല്ലോ. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിന് എർത്ത് പ്രൊവൈഡ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് വന്നിട്ട് ഈ പോസിറ്റീവിനെ ന്യൂട്രലാക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു നെഗറ്റീവ് ചാർജുള്ള റോഡുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജുള്ള റോഡ് ഈ നെഗറ്റീവിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് റോഡിൻ്റെ റിപ്പൽഷൻ ഉണ്ടാവും അതിൻ്റെ മുകളിൽ. അതുകൊണ്ട് ഈ പോസിറ്റീവിനെ ന്യൂട്രലാക്കാൻ എർത്തിങ്ങിന് പറ്റില്ല. കാരണം ഇതാണ്, ഈ നെഗറ്റീവ് ചാർജ് റോഡിൻ്റെ റിപ്പൽഷൻ ഉള്ളത് കൊണ്ട് ആ നെഗറ്റീവ് ചാർജിന് ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലാക്കാൻ പറ്റില്ല. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇവിടെ തന്നെ ഉണ്ടാവും, ഈ സൈഡ് നിയർ സൈഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അടുത്ത പിക്ചറിൽ നമ്മൾ ചെറുങ്ങനെയാണുള്ളത്. നിയർ സൈഡിൽ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് റോഡുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ എർത്ത് ചെയ്ത സംഭവമുണ്ട്. ആ എർത്തിങ് എന്ന് പറഞ്ഞ സംഭവം ഇനി നമ്മൾ ഒഴിവാക്കി. എർത്തിങ് ഈസ് റിമൂവ്ഡ്. എർത്തിങ് ഒഴിവാക്കി. പിന്നെ ഈ പോസിറ്റീവ് ചാർജൊക്കെ ഈ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം ഈ നെഗറ്റീവ് ചാർജ് അല്ലേ? ഇതിൻ്റെ അട്രാക്ഷൻ കൊണ്ടല്ലേ ഇങ്ങനെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് ചാർജുള്ള റോഡ് നമ്മൾ ഇറ്റ് ഈസ് ടേക്കൺ അവേ, അത് എടുത്തു മാറ്റുക. അപ്പോൾ ഇതങ്ങ് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജൊക്കെ, ഇത് കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണല്ലോ, അതുകൊണ്ട് പോസിറ്റീവ് ചാർജൊക്കെ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് ചാർജെല്ലാം യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും ഈ കണ്ടക്റ്റിംഗ് സ്ഫിയറിൽ. അങ്ങനെ ലാസ്റ്റ് ഇതിന് ചാർജ് കിട്ടിയില്ലേ? ചാർജ് കിട്ടിയല്ലോ. ഇങ്ങനെ ചാർജ് കിട്ടുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ ലാസ്റ്റ് ഇതിന് കിട്ടിയത് പോസിറ്റീവ് ചാർജാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇങ്ങനെ ഉണ്ടാകുന്ന ചാർജിനെ നമ്മൾ പറഞ്ഞു ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിലിപ്പോൾ ലാസ്റ്റ് പോസിറ്റീവ് ചാർജ് അല്ലേ കിട്ടിയത്? ഇപ്പോൾ ലാസ്റ്റ് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യണമെങ്കിലോ ഒന്നുമില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ നമ്മൾ നെഗറ്റീവ് ചാർജുള്ള റോഡ് വെച്ചതിന് പകരം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള റോഡ് വെക്കുക. പോസിറ്റീവ് ചാർജ് റോഡ് വെച്ചു. പോസിറ്റീവ് ചാർജ് റോഡ് വെച്ചാൽ നമ്മൾ പറഞ്ഞു കണ്ടക്റ്റിംഗ് സ്ഫിയർ ആകുമ്പോൾ ഇതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള റോഡാണ് വെച്ചെങ്കിൽ, പോസിറ്റീവ് ചാർജുള്ള റോഡാണ് വെച്ചതെങ്കിൽ ഇത് ഫ്രീ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഫ്രീ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുക. അപ്പോൾ ഫ്രീ ഇലക്ട്രോണെല്ലാം ഫാർദർ സൈഡിൽ നിന്ന് നിയർ സൈഡിലേക്ക്. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ഇലക്ട്രോൺ നഷ്ടപ്പെടും, ഇവിടെ ലഭിക്കും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവായി. അപ്പോൾ ഇവിടെ എത്ര പോസിറ്റീവ് ഉണ്ടോ അതിന് തുല്യമായ നെഗറ്റീവ് ഇവിടെ ഉണ്ടാകും, നിയർ സൈഡിൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനിയോ? അപ്പോൾ ഇപ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ അതിന് തുല്യമായ നെഗറ്റീവും. ഓക്കെ, കാരണം ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് വരുന്നത്, ഇതിൻ്റെ അട്രാക്ഷൻ കാരണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് പിക്ചറിൽ ഈ പോസിറ്റീവ് ചാർജിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ അങ്ങ് എർത്ത് ചെയ്യുക. നെക്സ്റ്റ് സെക്കൻഡ് പിക്ചറിൽ ഈ സൈഡ് എർത്ത് ചെയ്ത് എന്ത് സംഭവിക്കും? പോസിറ്റീവ് സൈഡല്ലേ എർത്ത് ചെയ്തത്. അപ്പോൾ നെഗറ്റീവ് വന്നിട്ട് പോസിറ്റീവിനെ ന്യൂട്രലാക്കും. എർത്തിൽ നിന്ന് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തിട്ട് ഈ പോസിറ്റീവിനെ, ഈ എത്ര പോസിറ്റീവ് ഉണ്ടോ അതിന് തുല്യമായ നെഗറ്റീവ് ഇതിനെ ന്യൂട്രൽ ചെയ്യും. അപ്പോൾ ഇത് ന്യൂട്രലാവും. ഇനിയുള്ളത് ഈ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ ഈ സൈഡിൽ ഇപ്പോൾ നെഗറ്റീവ് ഉണ്ട്. ഇവിടെയുള്ള പോസിറ്റീവ് എർത്ത് ചെയ്തത് കാരണം ആ സൈഡ് ന്യൂട്രലായി. ഇനി ഇവിടെയുള്ളത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ന് സംഭവിക്കുക? നെഗറ്റീവ് ചാർജ് എർത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നല്ലേ പറഞ്ഞു? എർത്തിലേക്ക് ഫ്ലോ ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള റോഡ് ഉണ്ടല്ലോ. ഈ പോസിറ്റീവ് ചാർജുള്ള റോഡിൻ്റെ
ഇതിൻ്റെ അട്രാക്ഷൻ കാരണം ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിന് എർത്തിലേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. ഇത് കാരണം ഇതാണ്, ഇതിൻ്റെ അട്രാക്ഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്ചറിൽ എർത്തിങ് ഒഴിവാക്കുക. ഓക്കെ, ഇനി ഈ പോസിറ്റീവ് ചാർജുള്ള റോഡ് ഇതിൻ്റെ അടുത്ത് വെച്ചുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഈ സൈഡിലേക്ക് നിൽക്കുന്നത് അല്ലേ. ഇനി ഇതങ്ങ് എടുത്തു മാറ്റിയാലോ, ഈ പോസിറ്റീവ് ചാർജുള്ള റോഡിനെ നമ്മൾ എടുത്തു മാറ്റുക. പോസിറ്റീവ് ചാർജ് റോഡ് ഈസ് ടേക്കൺ അവേ, അത് എടുത്തു മാറ്റുക. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്തു, കണ്ടക്റ്റിംഗ് സ്ഫിയർ ആയതുകൊണ്ട് ചാർജിന് കണ്ടക്ട് ചെയ്യാമല്ലോ. അപ്പോൾ നെഗറ്റീവ് ചാർജൊക്കെ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഓക്കെ, ഇങ്ങനെ ചാർജ് കിട്ടുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, ഇതിലിപ്പോൾ ഏത് ചാർജ്, നെഗറ്റീവ് പോസിറ്റീവ് എന്താ, നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ഇടാലോ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കിട്ടുന്ന ചാർജിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ന് പറയും. ഇതിലുള്ള ചാർജാണ് ഈ റോഡിൽ ഇതിൻ്റെ അകത്തുള്ള ചാർജാണ് ഇൻഡ്യൂസിങ് ചാർജ്. ഇതിലുള്ള ചാർജ് ഇൻഡ്യൂസിങ് ചാർജ്. ഓക്കെ, ഇതിലുണ്ടാകുന്ന ഈ ചാർജിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ന് പറയും അല്ലേ. ഇൻഡ്യൂസ്ഡ് ചാർജസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് ഇൻഡ്യൂസ്ഡ് ചാർജസ്, ഇത് ഇൻഡ്യൂസിങ് ചാർജും. ഓക്കെ, അപ്പോൾ ഇതിൽ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതായത് ഇൻഡ്യൂസ്ഡ് ചാർജിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ക്യൂ ഡാഷ് എന്ന് പറയും. ചാർജിനെ നമ്മൾ ഈ ചാപ്റ്ററിൽ ക്യൂ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇൻഡ്യൂസ്ഡ് ചാർജ് ക്യൂ ഡാഷ്. ഇതിലുള്ള ചാർജ് ഇൻഡ്യൂസിങ് ചാർജിനെ നമ്മൾ ക്യൂ എന്ന് വിളിക്കുന്നു. ഇൻഡ്യൂസ്ഡ് ചാർജ് ക്യൂ ഡാഷും ഇൻഡ്യൂസിങ് ചാർജ് ക്യൂ. അങ്ങനെയാണ് ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ ക്യൂ ഡാഷ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 1 - 1/k എന്നാണ്. ക്യൂ ഡാഷ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 1 - 1/k. ഓക്കെ, അതായത് ക്യൂ ഡാഷ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 1 - 1/k. ഇതിൽ k ഈസ് കോൾഡ് dielectric constant. K is called dielectric constant of the material. ആ മെറ്റീരിയലിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും K. ഓക്കെ, ഇനി ഇതിൽ മെറ്റൽസിൻ്റെ കേസിൽ K ഈക്വൽ ടു ഇൻഫിനിറ്റിയാണ്. മെറ്റൽസിൻ്റെ കേസിൽ K ഇൻഫിനിറ്റിയാണ്. ഫോർ മെറ്റൽസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ K ഇൻഫിനിറ്റി ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇൻഡ്യൂസ്ഡ് ചാർജ് എന്താ, Q ഇൻറ്റു 1 - 1/∞. 1/∞ 0, ഇത് 0 ആവും. അപ്പോൾ Q ഡാഷ് ഈക്വൽ ടു Q കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, മെറ്റൽസിൻ്റെ കേസിൽ ഇൻഡ്യൂസിങ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ, ഇൻഡ്യൂസിങ് ചാർജ് എത്രയാണ്, ഇത് എത്ര ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ, ഇൻഡ്യൂസിങ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈ മാഗ്നിറ്റ്യൂഡിന് തുല്യമായ ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാവും. ഓക്കെ, ഈ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വലായ ഇൻഡ്യൂസ്ഡ് ചാർജ് ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യും. മെറ്റൽസിൻ്റെ കേസിൽ ഈ ഇൻഡ്യൂസ്ഡ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇൻഡ്യൂസിങ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. അപ്പോൾ ഇതിലെത്ര ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ, മാഗ്നിറ്റ്യൂഡ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പോസിറ്റീവ് നെഗറ്റീവ് ഇടുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇത് എത്ര ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതിന് ഈക്വലായ ഇൻഡ്യൂസ്ഡ് ചാർജ് അതിൻ്റെ അകത്ത്, മെറ്റലാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഫോർ നോൺ മെറ്റൽസിന് K ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. നോൺ മെറ്റൽസിന് K ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് ചാർജും ഇൻഡ്യൂസിങ് ചാർജും ഈക്വൽ ആവില്ല. മെറ്റൽസിൻ്റെ കേസിലാണ് ഓർമ്മിക്കേണ്ട ഒരു പോയിൻ്റാണ്, ഇൻഡ്യൂസിങ് ചാർജ് എത്രയാണോ, ഈ നെഗറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതിന് ഈക്വലായ
അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വലായി ഇൻഡ്യൂസ്ഡ് ചാർജസ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യും മെറ്റൽസിൻ്റെ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ഓരോ പോയിൻ്റായിട്ട് പറയാണ്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ചാർജും അടുത്ത് വെച്ചാൽ ലൈക്ക് ചാർജസ് ഒരേപോലത്തെ ചാർജ് അല്ലേ, പോസിറ്റീവ് ആണ് റിപ്പൽ ചെയ്യും അല്ലേ. ഈ ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, ഒരു ചാർജ് തമ്മിലുള്ള ഫോഴ്സിനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് പറയുക. അപ്പോൾ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും അല്ലേ. അപ്പോൾ ലൈക്ക് ചാർജസ് റിപ്പൽസ്. ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. അപ്പോൾ ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. നെക്സ്റ്റ് സെക്കൻഡ്, കൺസർവേഷൻ ഓഫ് ചാർജസ്. കൺസർവേഷൻ ഓഫ് ചാർജസ്. ഇത് നമ്മൾ പറഞ്ഞതാണ് കൺസർവേഷൻ. അതായത് ടോട്ടൽ ചാർജ് ഈസ് ഓൾവേസ് കൺസേർവ്ഡ്. നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, റബ്ബ് ചെയ്യുന്ന സമയത്ത് സ്യൂട്ടബിളായ സബ്സ്റ്റൻസ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഇലക്ട്രോൺ മറ്റേ സബ്സ്റ്റൻസിലുണ്ട് അല്ലേ. ഓക്കെ, അതായത് ചാർജിനെ എന്ത് ചെയ്യാൻ പറ്റും, ചാർജിനെ ഒന്നിൽ നിന്ന് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ചാർജിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ പുതുതായി ചാർജിനെ നമുക്ക് പുതുതായി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഇതിനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റൂ. ഓക്കെ, സോ ചാർജസ് ക്യാൻ neither be created nor be destroyed, but it can transfer from one body to the other. ഓക്കെ, ഇനി ഇതിൽ കൺസർവേഷൻ ഓഫ് ചാർജിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഞാൻ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞത്, ഇവിടെ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് ഇവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ റബ്ബ് ചെയ്യുന്നതിന് മുന്നേ ചാർജ് എത്രയാണ്, റബ്ബ് ചെയ്യുന്ന സമയത്തല്ലേ ചാർജ് കിട്ടിയത്, റബ്ബ് ചെയ്യുന്നതിന് മുന്നേ ചാർജ് ഇനീഷ്യൽ ചാർജ് എത്രയാണ്, 0 ആണ് അല്ലേ. ഇനി ടോട്ടൽ ചാർജ് ഈസ് കൺസേർവ്ഡ് മീൻസ് ഇനീഷ്യലി 0 ആണെങ്കിൽ ഫൈനലിയും 0 ആയിരിക്കണം. ടോട്ടൽ ചാർജ് 0 ആയിരിക്കണം. അപ്പോൾ ഫൈനലി എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ ചാർജ് പറയുമ്പോൾ രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ചാർജ് Q1 എന്നായിട്ട് എടുത്താൽ ഇതിൻ്റെ നമ്മൾ Q2 എന്നെടുത്തു. പക്ഷേ ഈ പോസിറ്റീവ് ചാർജിന് ഈക്വലായ നെഗറ്റീവ് ചാർജ് അതിലുണ്ട്. അപ്പോൾ ഫൈനൽ ചാർജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ചാർജാണ്. അപ്പോൾ രണ്ടും ആഡ് ചെയ്യണം നമ്മൾ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ Q1 + Q2 എടുക്കുന്ന സമയത്ത് ഇതിലുള്ള പോസിറ്റീവിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് മറ്റേ ബോഡിയിലുണ്ട്. അപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ചാർജ് ടോട്ടൽ ചാർജ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് 0 ആയിരിക്കും. അപ്പോൾ ഇനീഷ്യലി ടോട്ടൽ ചാർജ് 0 ആണ്, റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് 0 ആണ്, റബ്ബ് ചെയ്ത് കഴിഞ്ഞാലും രണ്ടും ടോട്ടൽ ചാർജാണ് പറയുന്നത്, രണ്ടും ആഡ് ചെയ്യുക. അങ്ങനെയാണ് 0 തന്നെയായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ടോട്ടൽ ചാർജ് ഈസ് കൺസേർവ്ഡ് ആണ്. ഇനീഷ്യലി ഫൈനലി ഈക്വൽ ആണ്. ഓക്കെ, ടോട്ടൽ ചാർജ് ഈക്വൽ. ഇനി നമ്മൾ അടുത്ത പറയുന്നത് നെക്സ്റ്റ് തേർഡ് വൺ, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. Quantization of charges. ഇപ്പോൾ ഈ റബ്ബിങ്ങിൻ്റെ കേസിൽ തന്നെ ഇപ്പോൾ നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻⁹ കുളമ്പാണ് അല്ലേ. ചാർജിൻ്റെ SI യൂണിറ്റാണ് കുളമ്പ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻⁹ കുളമ്പ് എന്നാണ്. ഇതിനെ നമ്മൾ ബേസിക് ചാർജ് എന്ന് പറയും. ബേസിക് ചാർജ്
ബേസിക് ചാർജാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ സ്മോൾ ലെറ്റർ ഇ എന്നുള്ള ലെറ്റർ കൊണ്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് കോൾഡ് ബേസിക് ചാർജ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്യൂട്ടബിളായ രണ്ട് ഒബ്ജക്റ്റുകളെ തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോൺ ഇതിൽ നിന്ന് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെയാണ് നമ്മൾ പറയും ഇവിടെയുള്ള ചാർജ് ഇതിന് പോസിറ്റീവ് അല്ലേ, അപ്പോൾ ഇത് ചാർജ് ഡെവലപ്പ് ചെയ്യാൻ കാരണക്കാരൻ ഈ ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ചാർജ് പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ. അപ്പോൾ ഈ ബോഡിയിലുള്ള ചാർജ് പ്ലസ് ഇ, ഈ ബോഡിയിലുള്ള ചാർജ് മൈനസ് ഇ എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ആണ് 1.6 × 10⁻⁹ കൂളം. ഇങ്ങനെ ഒരു ഇലക്ട്രോണും കൂടി ട്രാൻസ്ഫർ ചെയ്താലോ, അങ്ങനെ ഇവിടെ വീണ്ടും ഒരു പ്ലസ് ഇ വരും, അവിടെ മൈനസ് ഇ വരും. അപ്പോൾ ഈ ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് എത്രയായി? ഇതിലുള്ള ടോട്ടൽ ചാർജ് പ്ലസ് ഇയും പ്ലസ് 2e ആയി, പ്ലസ് 2e. മറ്റേ ഒബ്ജക്റ്റിൽ മൈനസ് 2e ആയി, ഇതിൽ മൈനസ് 2e, ടോട്ടൽ ചാർജ് മൈനസ് 2e, ഇതിൽ പ്ലസ് 2e എന്ന് പറഞ്ഞാൽ 2 × e എന്ന് പറയുമ്പോൾ ഈ വാല്യൂ 1.6 × 2 × 1.6 × 10⁻⁹ കൂളം. അങ്ങനെ അതായിരിക്കും ഈ ബോഡീൻ്റെ അകത്തുള്ള ചാർജ്. അതിലാണെങ്കിൽ മൈനസ് 2 × ഇതിൻ്റെ വാല്യൂ കൊടുക്കുക, അങ്ങനെയായിരിക്കും ചാർജ്. അപ്പോൾ ഇതിൽ 2 ആരാണ്? 2 എന്ന് പറയുമ്പം ഇതിൽ നിന്ന് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് നമ്മൾ പറഞ്ഞ 2 ഇലക്ട്രോൺ അല്ല, 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു 10 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാലോ, അങ്ങനെ വിചാരിക്കുക. സപ്പോസ് അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? ടോട്ടൽ ചാർജ് പ്ലസ് 10e വരും, പ്ലസ് 10e. ഇതിൽ മൈനസ് 10e ആയിരിക്കും, മൈനസ് 10e. അപ്പോൾ ഈ 10 എന്ന് പറയുമ്പം ഒരു ബോഡിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട, ഇതിൽ നിന്ന് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അല്ലേ 10. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ നിന്ന് അതിലേക്ക് നമ്മൾ വിചാരിക്കും n ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അപ്പോൾ n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു 10 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാൽ ഇതിൻ്റെ ചാർജ് പ്ലസ് 10e, അതിൻ്റെത് മൈനസ് 10e, അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ n ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാലോ, അപ്പോൾ ഇതിൻ്റെ ചാർജ് പ്ലസ് ne ആയിരിക്കും. 10e എന്നെല്ലാം പറയുമ്പോൾ ne വരും, വേറെ n ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചാർജ്, ഈ ബോഡീൻ്റെ ടോട്ടൽ ചാർജ് പ്ലസ് ne, ഇതിൻ്റെ ടോട്ടൽ ചാർജ് മൈനസ് ne ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെയാണ് ഞാൻ ടോട്ടൽ ചാർജ്, ഈ ബോഡീൻ്റെ ടോട്ടൽ ചാർജാണ് പ്ലസ് ne, ഇതിൻ്റെ ടോട്ടൽ ചാർജ് പ്ലസ് ne. ഈ ബോഡീൻ്റെ ടോട്ടൽ ചാർജാണ് മൈനസ് ne അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജിനെ ഞാൻ Q കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. Q ഇതിലുള്ള ടോട്ടൽ ചാർജ് എത്രയാണ്? പ്ലസ് ne, മറ്റേതിലാണ് മൈനസ് ne. അപ്പോൾ രണ്ടും കൂടി ഞാൻ ഇങ്ങനെ എഴുതുന്നു, ഒന്നിൽ പ്ലസ് ne, മറ്റേതിൽ മൈനസ് ne. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ne. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ടോട്ടൽ ചാർജിനെ ഒരു ബോഡീൻ്റെ അകത്തുള്ള ഒന്നിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഒന്നുകിൽ പ്ലസ് ne, മറ്റേ ബോഡിയിലാണ് മൈനസ് ne, അങ്ങനെയല്ലേ വരുന്നത്. ഓക്കെ, ഇതിൽ n എന്താണ്? n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് n. e എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ചാർജാണ്, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ആ വാല്യൂ ഇതാണ്. ഈൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇനി n എന്ന് പറയുമ്പം വേർ n ഈക്വൽ ടു നമുക്കിങ്ങനെ പറയാം 1 2 3 എറ്റ്സെട്ര വരും അല്ലേ. ഇപ്പോൾ 10 ഇലക്ട്രോൺ, നേരത്തെ പറഞ്ഞ പോലെ 10 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാൽ n 10 ആണ്. ഓക്കെ, അപ്പോൾ 1 2 3 എറ്റ്സെട്ര. ഇനി നമ്മൾ വിചാരിക്കൂ ഒറ്റ ഇലക്ട്രോണും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല, ഇതിൽ നിന്ന് അതിലേക്ക് ഇലക്ട്രോൺ ഒന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ചാർജ് ഇല്ല, രണ്ട് വസ്തുക്കൾക്കും ചാർജ് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഒറ്റ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം n 0 ആണ്. n 0 ആകുമ്പോൾ ചാർജ് ഉണ്ടാവില്ല.
ഓക്കെ. അപ്പോൾ n ഈക്വൽ ടു 0 1 2 3 എക്സെട്ര വരും. സോ ടോട്ടൽ ചാർജ് ഇൻ എ ബോഡി, ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ n ഇങ്ങനെ 0 1 2 3 എന്ന് പറയുന്ന നമ്പർ അല്ലേ. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ്. അതിന് ഞാനൊരു പേര് പറഞ്ഞു, ബേസിക് ചാർജ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി, ഒരു ബോഡീൻ്റെ അകത്തുള്ള ടോട്ടൽ ചാർജ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ്. ടോട്ടൽ ചാർജ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ എന്ന് പറയുമ്പോൾ ബേസിക് ചാർജ്. ഓക്കെ, ഇതിനെ നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതൊരു ചാർജ്ഡ് ബോഡിക്കും, ചാർജുള്ള ഒരു ബോഡി ആയിരിക്കും, അതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ, ഒരു ബോഡീൻ്റെ ചാർജ് എന്ന് പറയുന്നത്, ചാർജ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ്. ദിസ് ഈസ് കോൾഡ് ദ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ഇനി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള നമ്പറല്ല 0 1 2 3. n ഒരിക്കലും ഇങ്ങനെ വരില്ല. n ഈക്വൽ 1.6 അങ്ങനെ വരുമോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസ് വരില്ല. എന്ന് പറയുമ്പോൾ എണ്ണമല്ലേ, ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്, ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. അപ്പോൾ അത് ഫ്രാക്ഷൻ ആയിട്ട് വരില്ല. 0 1 2 3 അങ്ങനെയുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഒരു ബോഡിക്ക്, ഈ ബോഡിക്ക് ഇതിൻ്റെ ചാർജ്, ഈ ബോഡീൻ്റെ ചാർജ് ഞാൻ പറയുന്നു, ഈ ബോഡീൻ്റെ ടോട്ടൽ ചാർജ് 2.4 ഇൻറ്റു 10⁻⁻⁹ കുളമ്പ് എന്ന് പറയുന്നു. ഈ ബോഡീൻ്റെ ചാർജിനെ നമ്മളിങ്ങനെ പറയുന്നു 2.4 ഇൻറ്റു 10⁻⁹ കുളമ്പ്. ഇതാണ് ഈ ബോഡീൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ചാർജ്, ഈ ചാർജ് ഇപ്പം ഞാൻ എഴുതിയ ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്, ഈ ബോഡീൻ്റെ ടോട്ടൽ ചാർജാണ്, ഈ ഒരു ബോഡീൻ്റെ ചാർജിനെയാണ് ഞാൻ ഈ കാണിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ Q ഈക്വൽ ടു NE എന്നാണ്. ഒന്നിന് പ്ലസ് NE അല്ലെ, മറ്റേതിന് മൈനസ് NE, വിട്. അപ്പോൾ Q ഈക്വൽ ഞാൻ NE എന്ന് എടുക്കുന്നു, NE പ്ലസ് NE ഓർ മൈനസ് NE. അപ്പോൾ N ഈക്വൽ ടു Q/E എന്നല്ലേ വരിക. Q എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബോഡീൻ്റെ ചാർജാണ്. ആ വാല്യൂ തന്നിരിക്കുന്നത് ഇത്രയാണ് അല്ലേ, 2.4 ഇൻറ്റു 10⁻⁹ ഡിവൈഡഡ് ബൈ E എന്ന് പറയുമ്പോൾ 1.6 ഇൻറ്റു 10⁻⁹. ഇതിൻ്റെ വാല്യൂ ഇതല്ലേ ബേസിക് ചാർജ്. അപ്പോൾ 10⁻⁹ ക്യാൻസലായി. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 3/2 വരും അല്ലേ. 3/2 ഈക്വൽ 1.5 വരിക. സോ N ഈക്വൽ ടു 1.5 കിട്ടിയത്. N എന്ന് പറയുമ്പം ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്, ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഇലക്ട്രോണിൻ്റെ എണ്ണം 1.5 എന്ന് പറയാൻ പറ്റുമോ? 1.5 ഇലക്ട്രോൺ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ N നമുക്ക് ഫ്രാക്ഷൻ, N എന്ന് പറഞ്ഞാൽ 0 1 2 3 ഇങ്ങനെയുള്ള നമ്പർ വരേണ്ടത്. പക്ഷേ നമുക്ക് N കിട്ടിയത് 1.5 എന്നാണ്. ഇങ്ങനെ ഒരിക്കലും വരില്ല. N എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 0 1 2 3 അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ അർത്ഥം എന്നാൽ N 1.5 എന്ന് പറയുമ്പോൾ 1.5 ഇലക്ട്രോൺ അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെ ഉണ്ടാവില്ല. എന്നിങ്ങനെ ഫ്രാക്ഷനായിട്ട് വരില്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഇങ്ങനൊരു ചാർജ്, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു, ഇങ്ങനെ ഒരു ബോഡീൻ്റെ ചാർജ് ഇത്രയാണെന്ന് പറയുന്നു, ഒരു ബോഡിക്ക് കിട്ടിയ ചാർജ് ഇത്രയാണ്, ഈ ചാർജ് എക്സിസ്റ്റ് ചെയ്യുമോ? ഇങ്ങനൊരു ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ല. എന്നാൽ ഒരിക്കലും ഈ ബോഡീൻ്റെതോ അല്ലെങ്കിൽ ആ ബോഡീൻ്റെതോ ചാർജ് ഇങ്ങനെ റബ്ബ് ചെയ്തപ്പോൾ ഇവർക്ക് കിട്ടുന്ന ചാർജ് ഒരിക്കലും ഇങ്ങനെ ഒരു വാല്യൂ വരില്ല. ഓക്കെ, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ N നമുക്ക് ഫ്രാക്ഷനായിട്ട് ഇങ്ങനെയാണ് കിട്ടുക. അങ്ങനെ ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ല. N എപ്പോഴും 1 2 3 അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചാർജ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ്. നെക്സ്റ്റ്, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു റീജിയനിൽ, ഇവിടെ ഇപ്പം ചാർജ് ഒരു പർട്ടിക്കുലർ റീജിയൻ വിചാരിക്കും. ഇവിടെ ചാർജ് ഇപ്പം ഇങ്ങനെ പറയുന്നു +3 കുളമ്പ് ഇങ്ങനെയൊക്കെ പറയുന്നു. ഇവിടെ -5 കുളമ്പ്, ഇവിടെ +10 കുളമ്പ്, -4 കുളമ്പ്, അല്ലേ ഒരു +2 കുളമ്പ് ഇങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു, ഈ റീജിയനിൽ
ഇവിടെയുള്ള ടോട്ടൽ ചാർജ് എത്രയാണ്? ടോട്ടൽ ചാർജ്. ഇപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുമ്പം ടോട്ടൽ ചാർജ് ഈക്വൽ ടു ഇതെല്ലാം ആഡ് ചെയ്യുക. +3 +10 +-5 അല്ലേ, +2 +-4 ഇതെല്ലാം ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടോട്ടൽ ചാർജ് കാണുമ്പോൾ നമ്മൾ ടോട്ടൽ ചാർജ് അല്ല ആഡ് ചെയ്യണേ. ടോട്ടൽ ചാർജ് കാണുമ്പോൾ നമ്മൾ ഓൾജിബ്രിക് സം എടുക്കണം. ഓൾജിബ്രിക് സം എടുക്കണം എന്ന് വെച്ചാൽ ഈ പ്ലസും മൈനസും നോക്കണം. പ്ലസും മൈനസെല്ലാം നോക്കണം, എന്നിട്ട് വേണം ആഡ് ചെയ്യാൻ. അത് വെറുതെ സം എന്ന് പറഞ്ഞാൽ പോരാ. സം ഇറ്റ് ഈസ് ഓൾജിബ്രിക് സം ആണ്. ഓൾജിബ്രിക് സം. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടും എന്ന് വെച്ചാൽ ചാർജിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അഡിറ്റിവിറ്റിയിൽ പറയുന്ന കാര്യമാണ്. ചാർജിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്ലസും മൈനസും നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത തരത്തിലേക്ക് കിട്ടും, അത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 13 15 അപ്പം 6 കുളം കിട്ടും അല്ലേ, +6 കുളം കിട്ടും ഇതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മൾ പറയും ഇലക്ട്രിക് ചാർജ് ഈസ് അഡിറ്റീവ് ചാർജ് ഈസ് അഡിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ചാർജുകളെ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ചാർജുകളെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ചാർജ് ഈക്വൽ ടു ദ ഓൾജിബ്രിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് ആണ്. ടോട്ടൽ ചാർജ് ഈക്വൽ ടു ദ ഓൾജിബ്രിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് ആണ്. എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ ഈ പ്ലസ് മൈനസ് എല്ലാം നോക്കിക്കൊണ്ട് വേണം നമ്മൾ, അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ആഡ് ചെയ്യാൻ ചാർജുകളെ ആഡ് ചെയ്യുന്ന സമയത്ത്. സോ ടോട്ടൽ ചാർജ് ഈക്വൽ ടു ദ ഓൾജിബ്രിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. ഓക്കെ, ഇനിയും പോയിന്റ്സ് പറയാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ശരി.